നമ്മുടെ ജയറാം മേട്ടൻ തമിഴേട്ടൻ. ഞാൻ കുടുങ്ങി ചാർലി, ശരിക്കും കുടുങ്ങി എന്ന് പറഞ്ഞാൽ കത്രയെ പൂട്ട് കൈത്ത പോലെയായി. പുള്ളി തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കുന്നത്. തെലങ്കാനയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു, പല സ്ഥലത്തും പോകുന്നുണ്ട് പുള്ളി. ഓരോ സ്ഥലത്ത് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ അവിടുത്തെ കളറാണ് പുള്ളി. എന്റെ ദൈവമേ, ഏത് നേരത്താണാവോ നീ എന്നെ മല കയറ്റിയത്? എല്ലാവരെയും സൂചിച്ചുകൊണ്ട് നല്ല രീതിക്ക് ഒരാള് ജയറാമേട്ടൻ, നമ്മുടെ തമിഴേട്ടൻ. സത്യത്തിൽ എനിക്ക് പേടിയാവുന്നു കുട്ടനായരെ, ഞാനിപ്പോ വീഴും. നീ എല്ലാം മുരുകന് വിട്ടോട്, അവൻ വഴി കാണിച്ചു തരും. ഇപ്പൊ തമിഴേട്ടൻ പണ്ട് പറഞ്ഞത് 2020 ക്ലൈമാക്സ് എടുക്കണ അന്ന്, ജോഷി സാർ എടുക്കണ അന്ന് തമിഴേട്ടന് ശബരിമലയ്ക്ക് പോകണ്ടായിരുന്നു. ശവത്തേല് ബ്ലേഡ് വെച്ച് കീറില്ല എന്റെ നായരെ. അതുകൊണ്ട് പിന്നെ പുള്ളിക്ക് ഇമ്പോർട്ടൻസ് ശബരിമലയ്ക്ക് പോകുന്നുള്ളായിരുന്നു. അതുകൊണ്ട് പുള്ളി അന്ന് ഷൂട്ടിന് പങ്കെടുക്കാതെ അങ്ങ് പോയി. സത്യം ശരിയാണ്. പ്രമാദം, കവിത പടി. അപ്പോ എന്റെ സീനൊക്കെ കഴിഞ്ഞു, ഫൈറ്റിന്റെ ഇതൊക്കെ കഴിഞ്ഞു. വെയിറ്റ് ചെയ്യടാ, നിങ്ങൾ 5 പേരും കൂടി നടന്നു വരുന്ന ആ ഷോട്ടും കൂടി എടുത്താല്. സാറേ എന്റെ ഷോട്ട് എപ്പോഴാണ്? പേടിക്കണ്ട, ഉടനെ തുടങ്ങാം. അങ്ങനെ സാറ് എടുക്കടാ, വൈകുന്നേരത്തുള്ള എടുക്കാന്ന് പറഞ്ഞു. അന്ന് അങ്ങനെ പോയി വൈകുന്നേരമായിട്ട് എടുക്കാൻ പറ്റിയില്ല. അപ്പോ അതിനടുത്ത ദിവസമായി രാവിലെ തൊട്ട് ഞാൻ പറഞ്ഞു, സാർ ഇത് എടുക്കെടുക്ക പറ്റിയത്. അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അന്നും എടുക്കാൻ പറ്റിയില്ല. അതെ, നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ സത്യമാണോ? നഗ്നമായ സത്യം. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെ എനിക്ക് അവിടെ നട അടയ്ക്കുന്ന ആളെ എന്റെ പൂജയും എല്ലാം ദിവസം തീരുമാനം പിന്നെ എന്റെയാണ് എടുക്കേണ്ടത്. അതിന് പോണോ, സത്യം എന്താണെന്ന് ആർക്കറിയാം. അത് വേണ്ടാന്ന് വെച്ചിട്ട് ഈ 5 പേരിൽ നടന്നു വരുന്ന ഏതാണ് വലുതെന്ന് തോന്നിയപ്പോ എനിക്ക് അതാണ് വലുതെന്ന് തോന്നി. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ജീവൻ രക്ഷ കഥ പറഞ്ഞ് നീ എന്നെ എത്ര തവണ വഹിച്ചിട്ടുണ്ടടാ? ഇവിടെ പറയുന്ന നിനക്കില്ലേലും കേൾക്കുന്ന എനിക്കില്ലടാ ഒരു ചളുപ്പ്. ഇപ്പൊ തമിഴ്നാട് ഇപ്പൊ ഇന്റർവ്യൂ എടുത്തപ്പോ അവിടുത്തെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് വെച്ചിട്ട് പുള്ളി മറ്റേ ദീപാവലി ആഘോഷിക്കാൻ പോയെന്ന് പറഞ്ഞിരിക്കുന്നത്. സംശയിക്കണ്ട ഗണേശ, സെന്റിമെന്റൽ ആയപ്പോ മരം മാറിപ്പോയതാ. படத்தோடு கடைசி ஷாட்ல இப்படி இருக்கணும். கடைசியில இந்த ஒரு ஆள் மட்டும் இருக்க மாட்டேன். കണ്ടകശനി കൊണ്ടേ പോകുന്നൊരു ചൊല്ലുണ്ട്, ഇത് നിന്നെയും കൊണ്ടേ പോകും. கடைசியில இந்த 5 பேரும் சேர்ந்து நடந்து வரத ஒரு ஷாட் மட்டும். அது எப்படினாலும் இந்த ஃபைட் எல்லாம் முடிஞ்சு எப்படி வரது பார்த்து தான் எடுக்க முடியும். இன்னும் 2 days இருக்கு சொன்னாங்க. 3-4 ദിവസം കൂടി കഴിഞ്ഞ ദീപാവലി അല്ലേ, അതുവരെ ഒന്ന് ക്ഷമിക്കണം. ഞാൻ വെയിറ്റ് ചെയ്യാം, പക്ഷെ വെയിറ്റിംഗ് ചാർജ് തരണം. എന്ത് വേണേലും തരാം. கரெக்டா தீபாவளி டைம் எங்க வீட்டுல சார் தீபாவளி வீட்டுக்கு போனோம், சென்னை போனோம். சும்மா இல்ல உனக்கு தீபாவளி பெருசா, கடைசியில எல்லாரும் 5 பேர் நடந்து வருது பெருசா. നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം. யோசிச்சேன், சார் எனக்கு தீபாவளி தான் முக்கியம் அப்படின்னா போனேன். കേൾക്കാൻ നല്ല രസമുണ്ട്. இல்லைன்னா எல்லாரும் அதுதான் பாப்பாங்க. 5 பேர் சேர்ந்து நடந்து வரது மிஸ் பண்ணிட்டு எதுக்கு தீபாவளிக்கு வீட்டுக்கு போனோம்னு நினைப்பான். മോനെ ദാമു, നിന്റെ വെടി ഞാൻ കുറെ കേട്ടതല്ലേടാ. நான் பார்த்தபோது எனக்கு தீபாவளி வீட்டுக்கு போறது பெஸ்ட். எனக்கு 5 പേർ നടന്നു വേണ്ട സാർ. കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. അവിടുത്തെ ഇന്റർവ്യൂല് പുള്ളി ഇനി വല്ല മിഡിൽ ഈസ്റ്റ് കണ്ടിലാണെങ്കിൽ ഹജ്ജിന് പോയി എന്നൊക്കെ പറഞ്ഞു കളയും.